പൊതുവെ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ കൊടും തണുപ്പും മൂടൽമഞ്ഞുമൊക്കെ ഉള്ള കാലമാണ്. അസഹനീയമായ തണുപ്പ് മൂലം ഇന്ത്യയിലടക്കം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിതി മറിച്ചായിരിക്കുകയാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിഗൂഢതകൾ നിറച്ച ഒരു വെളുത്ത പുതപ്പ് വിരിച്ചതുപോലെ 400 മൈൽ നീളത്തിൽ ഭീമാകാരമായ മൂടൽമഞ്ഞ് പിടിമുറുക്കിയിരിക്കുകയാണ്. ആഴ്ചകളായി തുടരുന്ന ഈ പ്രതിഭാസം വെറുമൊരു മഞ്ഞുവീഴ്ചയല്ലെന്നും അതിനുള്ളിൽ വിചിത്രമായ പദാർത്ഥങ്ങൾ ഉണ്ടെന്നുമുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ ജനങ്ങളെ കടുത്ത ഉത്കണ്ഠയിലും ആക്കിയിട്ടുണ്ട്. പ്രദേശത്തെ മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ടാണ് ഈ മഞ്ഞുവീഴ്ച ഉണ്ടായിരിക്കുന്നത്. മൂടൽമഞ്ഞിൻ്റെ മറവിൽ എന്തൊക്കെയോ ഒളിച്ചിരിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കളുടെ വാദം. വൈറലായ ഒരു വീഡിയോയിൽ തൻ്റെ ട്രക്കിന് മുകളിൽ അടിഞ്ഞുകൂടിയ മൂടൽമഞ്ഞിൻ്റെ അവശിഷ്ടം തുടയ്ക്കുന്ന ഒരാൾ തൻ്റെ വിരൽ വെളുത്ത പൊടി കാണുന്നതും ഇത് ആസ്ബറ്റോസ് ആണോ എന്ന് സംശയിക്കുന്നതും കാണുന്നുണ്ട്. മൂടൽമഞ്ഞിന് മുകളിലൂടെ വിമാനങ്ങൾ ആകാശം മുറിച്ച് കടക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ മനഃപൂർവ്വം എന്തോ മുകളിൽ നിന്ന് വിതറുന്നതാണെന്ന തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശാസ്ത്രീയമായി ഇതിനെ റേഡിയേഷൻ ഫോഗ് എന്നാണ് വിളിക്കപ്പെടുന്നതെങ്കിലും ജനങ്ങൾ ആകെ ഭീതിയിലായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ ഭൂമിയിൽ നിന്നുള്ള താപം ബഹിരാകാശത്തേക്ക് പുറന്തള്ളപ്പെടുമ്പോൾ ഉപരിതലം തണുക്കുകയും അതിൻ്റെ ഫലമായി വായുവിലെ ഈർപ്പം തണുത്തുറഞ്ഞ് മൂടൽമഞ്ഞായി മാറുകയും ചെയ്യുന്ന സ്വാഭാവിക പ്രക്രിയയാണെന്നാണ് പറയപ്പെടുന്നത്. മഴക്കാലത്തിൻ്റെ തുടക്കവും ഉയർന്ന അന്തരീക്ഷ മർദ്ദവുമാണ് ഇത്തവണ മൂടൽമഞ്ഞ് ഇത്ര കടുപ്പമേറിയതാകാൻ കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം വന്നിരിക്കുന്നത്. മൂടൽമഞ്ഞ് അടിഞ്ഞുകൂടുമ്പോൾ അത് ജെല്ലി പോലെ ഒട്ടിപ്പിടിക്കുന്ന പദാർത്ഥമായി മാറുന്നുവെന്ന് പലരും പരാതിപ്പെടുന്നുണ്ട്. ഇതിനു പിന്നിലെ സത്യം ലളിതമാണെന്നും ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട്. കാലിഫോർണിയയിലെ സെൻട്രൽ വാലി വായു മലിനീകരണത്തിന് പേരുകേട്ട ഇടമായി തന്നെ അറിയപ്പെടുന്നതാണ്. മൂടൽമഞ്ഞിലെ ജലത്തുള്ളികൾക്ക് അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ, കാർഷിക രാസവസ്തുക്കൾ, വാഹനങ്ങളിൽ നിന്നുള്ള പുക, പ്ലാസ്റ്റിക് കണികകൾ എന്നിവയെ ആഗിരണം ചെയ്യാൻ കഴിവുള്ളവയാണ്. ഇവയ്ക്കൊപ്പം ഫംഗസ് ബീജങ്ങളും ആൽഗകളും കലരുമ്പോഴാണ് വെളുത്ത നിറത്തിലുള്ള ഒരു പാടയോ സ്റ്റിക്കി പദാർത്ഥമായി ഇത് മാറുന്നതാണ് പറയപ്പെടുന്നത്. ശ്വാസകോശത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്താത്ത വിധം വലിയ തുള്ളികളായാണ് ഇവയിലുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും അന്തരീക്ഷത്തിലെ മാലിന്യങ്ങൾ കലർന്നതിനാൽ ഇത് ശ്വസിക്കുന്നത് പൂർണ്ണമായും സുരക്ഷിതമല്ല എന്നാണ് പറയപ്പെടുന്നത്. പുറത്ത് തുറന്നു വെച്ച പഴങ്ങൾ, പച്ചക്കറികൾ, വെള്ളം എന്നിവയിൽ ഈ മലിനമായ മൂടൽമഞ്ഞ് അടിഞ്ഞുകൂടാം എന്നും അതിനാൽ പുറത്തുവച്ച ഉൽപ്പന്നങ്ങൾ കഴുകി മാത്രം ഉപയോഗിക്കണമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആഴ്ചകളായി കാലിഫോർണിയയെ വരിഞ്ഞു മുറുക്കിയ ഈ നിഗൂഢത ഒരു കൊടുങ്കാറ്റ് വരുന്നതോടെ അവസാനിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ കരുതുന്നത്.